എന്തായാലും അമ്മയെ കൊണ്ട് കാല് പിടിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. മുതിർന്നവരെ കൊണ്ട് കാൽപാദം തൊടിക്കാൻ എങ്ങനെ തോന്നി? ആക്ച്വലി ഇത് നമ്മുടെ റീസെന്റ് വീഡിയോയിൽ വന്ന കുറച്ച് കമന്റുകളാണ് ഗൈസ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ആ കമന്റ് കാരണം ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ആവുമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കേട്ടാ തോന്നും വലിയ എന്തോ ഒരു അമ്മേനെ കൊണ്ട് കാല് പിടിപ്പിച്ചോ, നമ്മുടെ ഇടയിൽ എന്തോ വലിയ പ്രശ്നമുണ്ടായിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് കാല് പിടിപ്പിച്ചോ എന്നുള്ള ഒരു പ്രശ്നമാണെന്ന്. പക്ഷെ അതൊന്നും അല്ല. എനിക്ക് അറിയണ്ടാവും, എനിക്ക് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, നമ്മൾ പനമ്പിള്ളിൽ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ കലൂര് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ആൻറ്റിമാർ, എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള കുറച്ച് ആൻറ്റിമാർക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു യങ് ഏജിൽ അതിന് പറ്റിയൊരു അവസരമോ സമയമോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയണത്, നമ്മുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഡാൻസ് അവരെ സംബന്ധിച്ചിട്ട് ഞാൻ ഡാൻസ് ക്ലാസ് നടത്തുന്നു, അവർക്ക് അറിയുന്ന ഒരു ഡാൻസർ പരിസരത്തുള്ള ഒരാൾ ഞാനാണ്. അപ്പം അവരുടെ ഒരു ആഗ്രഹം അവരിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു, ഉഷേ മോളോട് പറ ഞങ്ങളെയും കൂടെ ഡാൻസ് പഠിപ്പിച്ച് തന്നെ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരുടെ ഒരു ആഗ്രഹം കൊണ്ടിട്ടല്ലേ അവരത് ചോദിച്ചത്. അതും ഈ പ്രായം എന്ന് പറഞ്ഞാൽ 19 വയസ്സെന്ന് പറയുന്നത് ചെറിയ പ്രായമല്ല. അവർക്ക് ആ ചെറുപ്പത്തിൽ കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവരെന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഒരു ക്ലാസ്. അത് ഇതുപോലത്തെ ക്ലാസ് ഒന്നും അല്ല, ഞാൻ മുന്നേ ഭരതനാട്യവും കഥകളി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഇതുപോലെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ അവിടെ ആ ഒരു സ്ഥലവും സ്പേസ് ഒന്നുമല്ല കാര്യം. പഠിപ്പിക്കുക, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ വിദ്യാരംഭത്തിലാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി, അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കമന്റ് വന്നത്. സംഭവം വേറെ ഒന്നുമല്ല, എല്ലാവരും ഇങ്ങനെ ദക്ഷിണ തരാം, വിദ്യാരംഭമാണല്ലോ, ദക്ഷിണ തരാൻ നിൽക്കായിരുന്നു. അപ്പൊ അമ്മയാണ് കേട്ടോ ഫസ്റ്റ് എനിക്ക് ദക്ഷിണ തന്നത്. അപ്പോൾ അമ്മയുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞത്, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും മേലെ ഉള്ള ഒരാള്, അവരെ നമ്മൾ നല്ല റെസ്പെക്ട് ചെയ്യണം, കാരണം അവരാണ് നമുക്ക് അറിവ് പകർന്നു തരുന്ന ആള് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മേനെ സംബന്ധിച്ചിട്ട് അമ്മ മ്യൂസിക് ടീച്ചറാണ്. ഇത് കൂടാതെ തന്നെ അമ്മ മ്യൂറൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്, വയലിൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ വയലിൻ സാറും ഈ മ്യൂറൽ പെയിന്റിംഗ് ടീച്ചർ എന്ന് പറയുന്ന അമ്മേനേക്കാൾ ഏജ് കുറവുള്ള ഒരാളാണ്. പക്ഷെ സ്റ്റിൽ അമ്മ ദക്ഷിണ കൊടുത്ത് കാല് വന്നിച്ചിട്ടാണ് അമ്മ തൊഴാറും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് എല്ലാം. അപ്പൊ അതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് ഒരു ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ മുന്നിൽ അമ്മയ്ക്ക് മകളല്ല ഞാൻ, അവിടെ ഒരു ഗുരുവാണ്. അപ്പൊ ഗുരുവിന്റെ അർത്ഥം തന്നെ എന്താന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. അജ്ഞാതയിൽ നിന്ന്, അതായത് നമ്മുടെ ഒരു അന്ധതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശം തരുന്ന ആളെന്നാണ് ഗുരു എന്നുള്ള ടേമിന് തന്നെ അർത്ഥം. റെസ്പെക്ട് ദ നോളജ് ആണ്, ആ നോളജിനോടുള്ള റെസ്പെക്ട് ആണ്. അപ്പോൾ അവിടെ പ്രായമോ ബന്ധമോ ഒന്നുമല്ല, വിദ്യ പകർന്നു തരുന്ന ആൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. അപ്പൊ ആ ഒരു റെസ്പെക്ടിനെ പുറത്ത് അമ്മ എല്ലാ ഗുരുക്കന്മാരെ കാണുന്ന പോലെ എനിക്ക് ദക്ഷിണ തന്നു, കാല് തൊട്ട് വന്നിച്ചു. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്താൽ കാണാം, പെട്ടെന്ന് എൻ്റെ കാലിങ്ങനെ ഞാൻ ഇങ്ങനെ വലിച്ചു ചെറുതായിട്ട് ഇങ്ങനെ വെച്ചു, കാരണം ഇറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ വന്ന് കാല് തൊട്ട് നിറകെ വെക്കും എന്നുള്ളത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യണ്ട, റെസ്പെക്ട് എപ്പോഴും മനസ്സിലാണ് വേണ്ടത് എന്നാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞ വാക്ക്. പക്ഷെ ഞാൻ ആ സമയത്ത് കാല് വലിച്ചിട്ട് ഉണ്ടായിരുന്നു, ഈ മൊത്തത്തിൽ വലിച്ചിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കായിരുന്നെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഡിസ്റെസ്പെക്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരവരുടെ ഒരു ബിലീഫിൽ ചെയ്ത ഒരു ജസ്റ്റർ ഞാൻ വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ഡിസ്റെസ്പെക്റ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തില്ല. ആൻഡ് ആ സമയത്ത് ഞാൻ ബാക്കിയുള്ളവരോടും പറഞ്ഞ്, റെസ്പെക്ട് മനസ്സിലാണ് കേട്ടോ വേണ്ടത്, ഇത് ചെയ്യണ്ട. കാല് തൊട്ട് വന്ദിക്കേണ്ട, എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഇല്ല, ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ടീച്ചർ തന്നെയാണ്, ഞാൻ അമ്മൂന്നാ വിളിക്കുന്നത്, ഞങ്ങൾക്ക് അമ്മു ടീച്ചർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ആൻറ്റിമാരും വന്ന് തൊഴുതത്. അപ്പം ഞാൻ ആ സ്റ്റോപ്പ് ചെയ്യാൻ എൻ്റെ മെയിൻ റീസൺ എന്ന് പറയണത്, അവരെ സംബന്ധിച്ചിട്ട് ഞാൻ ഗുരുവാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരണ്ട എന്നും കൂടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കാര്യം നടന്നത്. അപ്പോൾ ബേസിക്കലി അവർക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനെ ഒരു ഗുരുവിനെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക ഡാൻസ് പഠിക്കാൻ. അപ്പം അങ്ങനെയുള്ള അവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അത് കുറച്ച് പേർക്കെങ്കിലും അതൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. കാരണം മുതിർന്നവരെന്നുള്ളതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല അല്ലെങ്കിൽ അറിവെന്നുള്ള ആ ഒരു ഇതിൽ
ഇങ്ങനെ പ്രായക്കൂടുതൽ പ്രായക്കുറവ് അതൊന്നും വെച്ചിട്ടല്ല കേട്ടോ. മുതിർന്നവർ ഇളയവരെന്നൊന്നും വെച്ചിട്ടല്ല. അറിവ് പകർന്നത് ആരായിക്കോട്ടെ, അതിപ്പോൾ ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഒന്നുമല്ല, അവർക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ശ്രേഷ്ഠരെന്നാണ് നമ്മൾ ഭാരത സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഞാൻ കഥകളി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അരങ്ങേറ്റം ചെയ്ത സമയത്ത് എൻ്റെ കഥകളിയുടെ മേക്കപ്പ് ചെയ്തത് ഞാൻ 8 വയസ്സിലാണ് കഥകളിയുടെ അരങ്ങേറ്റം ചെയ്യുന്നത്. അന്ന് എനിക്ക് മേക്കപ്പ് ചെയ്ത കുട്ടി 6 വയസ്സേ ഉള്ളൂ. ഓക്കെ, അതായത് എന്നേക്കാൾ 2 വയസ്സ് ഇളയതുള്ള ആള്. അപ്പോൾ അവൻ എന്നേക്കാൾ ചെറുതാണേ. അപ്പോൾ അവൻ ആ സമയത്ത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊടുത്ത് വന്ദിച്ചിട്ടാണ് അവന് മുന്നിൽ ഞാൻ മേക്കപ്പ് ചെയ്യാനിരിക്കുന്നത്. എനിക്ക് ആ പച്ച വേഷം കെട്ടിത്തന്നത്, കൃഷ്ണന്റെ വേഷം കെട്ടിത്തന്നത് അവനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതൊരു കുഞ്ഞു കുട്ടിയാണ്, എന്നേക്കാൾ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എന്നോടുള്ള ബാക്കി എൻ്റെ ഗുരുക്കന്മാരും എന്നോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ അവരെന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണ കൊടുത്തിട്ട് വേണം കേട്ടോ. അപ്പം ഞാൻ ദക്ഷിണ കൊടുത്തു, കാലത്തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. ബിക്കോസ് ഞാൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കലയിൽ ഏറ്റവും വലിയ കാര്യം മേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്തു തരാൻ പോകുന്നത് ആ കുട്ടിയാണ്. അപ്പോൾ അവിടെ അതൊരു കുട്ടിയല്ല, അത് എന്നേക്കാൾ അറിവുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെയാണ്, ആ വ്യക്തിയുടെ കഴിവിനെയാണ്, ആ വ്യക്തി ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് ഞാൻ അവിടെ റെസ്പെക്ട് ചെയ്തത്. അപ്പൊ അതുപോലത്തെ ഒരു സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നടന്നത്. ആ ഒരു റെസ്പെക്റ്റിന്റെ ജസ്റ്റർ നടന്നപ്പോൾ ഐ ടോൾഡ് ദം ലൈക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ എത്രത്തോളം പ്രവൃത്തിയിൽ റെസ്പെക്ട് കാണിച്ചാലും പുറകിൽ നിന്ന് കല്ലെറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്ട് ഇങ്ങനെ വായം കൊണ്ടും ഇങ്ങനെ ചെയ്തതും കൊണ്ടും വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് റെസ്പെക്ട് എപ്പോഴും മനസ്സിലാണ് വേണ്ടത്. ആൻഡ് ഇറ്റ്സ് റെസ്പെക്റ്റീവ് ഓഫ് ഏജ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ് ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ചിട്ട് അതൊരു ടു വേ കണക്ഷനാണ്. അത് മാത്രമല്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഗുരുക്കന്മാര് പറഞ്ഞു തരുന്നു, നമുക്ക് കുട്ടിക്ക് പറഞ്ഞു തരുന്നു. ചിലപ്പോൾ ഗുരുക്കന്മാർക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ് ഓഫ് നോളജ് ആണത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് റെസ്പെക്ട് എന്നുള്ളത് എപ്പോഴും ഉള്ളിലാണ് വേണ്ടത്. അപ്പോൾ ഇത് വെച്ച് ആരും തെറ്റിദ്ധരിക്കണ്ട. കാരണം ചില കമന്റ്സ് ഞാൻ കണ്ടു, എന്താണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷണം ഭയങ്കര മോശമായതുകൊണ്ട്. അപ്പം എന്നെ പറഞ്ഞതല്ല, അതെൻ്റെ ഗുരുക്കന്മാരെയാണ് പറഞ്ഞത്. അപ്പം അത് കുറച്ച് സങ്കടമായിട്ട് തോന്നി. കാരണം എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മുതിർന്നവരെല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ സെയിം ടൈം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്നത് ആരാണോ അവരെയും റെസ്പെക്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ചെയ്തപ്പോൾ ഞാൻ, ബിക്കോസ് അവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് അങ്ങനെയാണ്. മാത്രമല്ല അവർക്ക് ആദ്യമായിട്ടൊരു ഗുരുവിനെ കിട്ടുമ്പോൾ അവർ ചെയ്തൊരു കാര്യമാണ്. അതിനെ മാറ്റി നിർത്തി അത് വേണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. അതാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായത്. അത് അമ്മ എന്ന് പറയുന്നത്, അമ്മ ഇപ്പോൾ ടീച്ചറും കൂടെയാണ്. അമ്മ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കലാപരമായിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ അത് ചെയ്യുമ്പോൾ ഷീ ഓൾറെഡി നോ ദിസ് തിങ്സ്, ബട്ട് സ്റ്റിൽ പുള്ളിക്കാരത്തി ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അമ്മയുടെ മുന്നിൽ ഞാൻ അമ്മയുടെ അമ്മുവല്ല, അമ്മയുടെ ഗുരുവായിട്ടാണ് കണ്ടത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഇത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ചെയ്യണം എന്നും കൂടെ അല്ല കേട്ടോ പറയണത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദർ പെർസ്പെക്റ്റീവ് ആൻഡ് അബൌട്ട് ദ സിറ്റുവേഷൻ. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് അങ്ങനെ ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും, നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു ഗുരുവാണ്, നിങ്ങളുടെ അടുത്ത് നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരാൾ വന്ന് ദക്ഷിണ തന്നു. ഓക്കെ, കാലിൽ വീഴ നിങ്ങൾ എക്സ്പെക്റ്റഡേ അല്ല, പക്ഷെ കാലിൽ വീണ് തൊഴുത് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാല് വലിക്കുമോ? നിങ്ങൾ വലിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ പറയേ ഉള്ളൂ അങ്ങനെ ചെയ്യണ്ട, അത് വേണ്ട. റെസ്പെക്റ്റ് മനസ്സിലുണ്ടായാൽ മതി. ആൻഡ് സെയിം ടൈം ഐ ഡിഡ് ദിസ്, ബട്ട് ഞാനത് പറയുന്നതിന് കൂടെ തന്നെ അവരത് ചെയ്തപ്പോൾ ഞാൻ കാല് വലിച്ചില്ല. പക്ഷെ ഇത് ഭയങ്കര സംഭവമായിട്ടുണ്ട്. ഞാനെന്തോ ന്യൂജൻ ഗുരുവാണെന്നാണ് വിചാരം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് അങ്ങനത്തെ ഉള്ളൊരു വിചാരമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ, പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കറിയുന്ന അറിവുകൾ പകർന്നു കൊടുക്കുക. ആൻഡ് അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അറിവുള്ളവരെ കൊണ്ടും പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു റീസൺ ആവാന്നുള്ള. ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ഞാൻ മാത്രമല്ല ടീച്ചർ, നമുക്കിവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. സോ എൻ്റെ അറിവിൽ മാത്രം എൻ്റെ കുട്ടികളുടെ അറിവ് ഒതുങ്ങിയിരിക്കണം എന്നൊരിക്കലും ഞാൻ ചിന്തിക്കാറില്ല. എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ടീച്ചേഴ്സിനെയും നമ്മളിവിടെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെൽഫിഷ് തോട്ട്സ് ഒന്നും എനിക്കില്ല. ആൻഡ് ആ വീഡിയോൻ്റെ പേർപ്പസ് പോലും അതല്ലായിരുന്നു കേട്ടോ. ലൈക്ക് ഈ ഒരു പ്രായത്തിൽ, ഏതൊരു പ്രായത്തിലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഒന്നും
ചിന്തിച്ചിട്ട് തുടങ്ങാതിരിക്കണ്ട എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആ വീഡിയോ ചെയ്തത്. ആൻഡ് അതുകൊണ്ട് തന്നെ കുറേ പോസിറ്റീവ് കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 വയസ്സ് എനിക്കുണ്ട്, ഞാൻ വയലിൻ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഒരുപാട് പേര് അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ പേര് ചേച്ചി ഞാൻ ഇത്ര ദൂരത്താണ്, അപ്പം എനിക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഓൺലൈൻ ക്ലാസ് പറയാം. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സാധ്യതകളാണ്. വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിരുന്ന കാര്യത്തെ റീസ്റ്റാർട്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു കാരണമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവരോട് ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? കാരണം എല്ലാ കാര്യത്തിലും രണ്ട് അഭിപ്രായം ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുറേ പേര് അതിനകത്ത് പറയുന്നുണ്ട് ഏജ് ഒരു മാറ്റർ അല്ല, അത് ഗുരുക്കന്മാരായതുകൊണ്ടാണ് അങ്ങനെ കാല് തൊട്ട് വീഴുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്. സോ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും എന്താണെന്ന് ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് ഇൻഫ്ലുവൻസ് ആകാറുണ്ട്. കാരണം കുറേ കുട്ടികൾ ഡാൻസ് പഠിക്കാറുണ്ട്, ഡാൻസ് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ വീഡിയോ കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും കാണുമ്പോൾ അവർക്ക് ഒരു തെറ്റായ ധാരണ കൂടെ ഉണ്ടാകരുത് എന്ന് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു അഭിപ്രായം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയുക. സോ ദാറ്റ്സ് ഓൾ about the video guys. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.